അഴിഞ്ഞാടി നടക്കുന്നവളാണ്. നീ ഉരുമ്പെട്ടവളാണ്. വല്ലവൻ്റെയും കൂടെ നടന്ന് കുട്ടികളുണ്ടാക്കിയിട്ട് ഇവിടെ കയറി പ്രശ്നമുണ്ടാക്കുന്നോടി. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധം ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലും ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്തും സാധിക്കുമെന്നൊരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് ഈ കാണിക്കുന്നതെല്ലാം ശരിയല്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കണം. കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടർ ആയിരുന്നില്ല. അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ എടുത്തത് ആരാണ്? ആ ഒരു ലോണിന്റെ 36,000 രൂപ EMI ഇപ്പോഴും മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അവളുടെ ഭർത്താവായ അലി. ഞാനൊരു 7 ദിവസമായിട്ട് വളരെ ശാന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു സമരമാണ്. ഇന്ന് രാവിലെ മുതൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗേറ്റ് പൂട്ടി എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുതൽ ഞാൻ ആ കസേരയിലാണ് പുറത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇപ്പം ഇങ്ങനൊരു ബാനറൊക്കെ ഇട്ടിട്ട് സമരം ഒന്നും കൂടെ കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നീയൊക്കെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടണമെന്ന് വല്ല ബോധമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണ് വന്ന് 4 കണ്ണീരൊഴുക്കിയാൽ ഉടനെ അവൾ പറയുന്നത് എല്ലാം സത്യമായിട്ട് നിനക്കൊക്കെ അങ്ങ് തോന്നും. ബാക്കിയുള്ളവർ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ കൊടിയ മഹാഭാവി. ഇത് നീതി കിട്ടേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണം, അതല്ലാതെ ആരും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തരുമ്പ് പിന്നോട്ടേക്കില്ല, ഇത് ഞാൻ മുന്നോട്ടേക്ക് തന്നെയാണ്. നീതി കിട്ടും വരെ പൊരുതുകയും ചെയ്യും. അതായത് കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ആയിഷ വന്ന് വാ പൊളിച്ച് കരഞ്ഞു നിന്ന് ന്യായീകരണങ്ങൾ വിളമ്പുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ അതിനെ ന്യായീകരിക്കുന്ന തൊഴിലാളികളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഇത്തിരി ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക്? ഒരു ഭാഗം മാത്രം കേട്ട് വിധി പറയുന്ന നിങ്ങളുടെ ഈ ഒരു സ്വഭാവമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഊള സ്വഭാവമാണെന്ന് ഞാൻ പറയും. ഇപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 സൈഡല്ല 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇത് അതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവളുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലിയുടെ കുടുംബം അലിയുമായിട്ട് ഇവർ ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നൊരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് ഇത് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം 5-6 വർഷം അവർ ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗൺ ആയി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി. കയ്യിൽ മൊബൈലുണ്ട്, നെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റൊരുത്തനെ തെറി വിളിക്കാൻ ഇറങ്ങുന്ന എല്ലാവരും ഇതൊരു പാഠമായിരിക്കണം. അതായത് ഇന്നലെ ആയിഷ വന്ന് വലിയ വായിൽ പറഞ്ഞു 100 പവൻ സ്വർണം അടിച്ചു മാറ്റി 15 ലക്ഷം രൂപ കൊണ്ടുപോയി, കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ. ശരിയല്ലേ? ഉടനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവളുടെ ഭർത്താവായ അലിയെ ക്രൂശിക്കാൻ തുടങ്ങി. എന്നാൽ അലിയുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമരത്തിലേക്കൊക്കെ ഇവിടെ ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6-7 വർഷം കഴിഞ്ഞല്ലോ, അതിലിപ്പോൾ ഇറങ്ങിത്തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കം ഉണ്ടായ സമയത്ത് തന്നെ ഇവർ കൊടുത്തിരുന്നൊരു കേസുണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് അത്രയും എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് അവർ ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ
ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തെങ്കിലും ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. 2013 വീട്ടുകാരുടെ എതിർപ്പുകളെല്ലാം മറികടന്ന് അലിയും ഈ ആയിഷയും കല്യാണം കഴിച്ചത്. സ്വന്തം വാപ്പ, അതായത് നല്ല കാശുള്ള ബിസിനസ്സുകാരനായ വാപ്പച്ചി, ഇവളെ കെട്ടിയാൽ നീ പടി ചവിട്ടരുത്, ഇവളെ കെട്ടിയാൽ നീ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ടും എനിക്ക് നിന്റെ സ്വത്തൊന്നും വേണ്ട, എനിക്ക് ഇവളെ മതി എന്ന് പറഞ്ഞ് വീടും വിട്ട് ഇറങ്ങി വന്നവനാണ് ഈ അലി എന്ന് പറയുന്ന പുള്ളിയെ അതിനുശേഷം വീട്ടുകാരൊന്നും സപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ എല്ലാവരും അവനെ നോക്കി കുറ്റം പറയുന്നത്. അന്ന് സ്വന്തം വീട്ടുകാരെ എല്ലാവരെയും തള്ളിപ്പറഞ്ഞ് ഇവളുടെ കൂടെ ഇറങ്ങി പോയവനാണ് അവൻ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഒരു കൊച്ചായതിനു ശേഷമാണ് ഇവൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. എന്തോ ഒരു ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ പേരിൽ പോലീസിനെയും വിളിച്ച കൊച്ചിനെയും കൊണ്ട് അവൾ പോയി. അലി എത്ര തവണ പോയി വിളിച്ചിട്ടും അവൾ വന്നില്ല. ഡിവോഴ്സിന് അവൾ അപ്ലൈ ചെയ്തു. അലി അന്ന് സമ്മതിച്ചില്ല. കാരണം അവൻ അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവൾ തിരിച്ചു വരുമെന്ന് അവൻ കരുതി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ആ ഒരു പാവത്തിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഒന്നും അറിയില്ല നിങ്ങൾക്കൊക്കെ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അലി വേറൊരു കല്യാണം കഴിച്ചു. സ്വാഭാവികം, അതും സ്വന്തം മകളുടെ സമ്മതപ്രകാരം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒളിച്ചോടി പോയതൊന്നുമല്ല. ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരാളെ ക്രൂശിക്കാൻ നിൽക്കുന്നത് വളരെയധികം മോശമാണ്. ഇപ്പം ഇതിൽ പൊതുവായിട്ടൊരു ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്. അല്ലെങ്കിൽ അവൾക്ക് അലിയക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോയായിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അലിയുടെ അതായത് അലിയുടെ ഉപ്പാട് വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലീനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 1-2 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തു. അത് അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധം ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലുമല്ല ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള ആ പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്. പിന്നെ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ നന്നായി നോക്കിയില്ല. ഇത്രയും കാലയളവിൽ ഞാൻ ഒറ്റക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ആളും ആ കുട്ടിയും തമ്മിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതും അവൾ മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾക്കാരെ സമ്മതി പിടിച്ചു പറ്റാൻ കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നത്. അടുത്ത പിന്നെ ഈ ആയിഷയുടെ ഇപ്പോഴത്തെ ഡ്രാമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു 5-6 വർഷമായിട്ട് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്വന്തം പാട്ടിന് പോയ സ്ത്രീയാണ് ഈ ആയിഷ എന്ന് പറയുന്നത്. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് വന്ന് സമരം ചെയ്യാൻ എന്താ കാര്യം? അലി വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് കുരുപൊട്ടി. അസൂയ അല്ലാതെ വേറെ എന്താണിത്? അലി സന്തോഷമായാണ് ഇരിക്കുന്നത്, അത് കാണുമ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കണം അവൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അലിയെ തളർത്തണം, നാറ്റിക്കണം, അത്ര തന്നെ. പിന്നെ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ അവൾ എവിടെ പോയാണ് സമരം കിടക്കുന്നത്? അലിയെ എന്നേക്കുമായിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവൻ്റെ വാപ്പയുടെ വീട്ടിൽ പോയിട്ടാണ് അവർ സമരം കിടക്കുന്നത്. സ്വന്തം മകനെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയ വാപ്പയോട് പോയിട്ട് നിങ്ങളുടെ മകൻ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാനാണ്? അതായത് ഈ ഒരു പ്രശ്നവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവനെ ഒഴിവാക്കിയ ആ ഒരു പാവം കുടുംബത്തിന് എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് അവൾ വെറുതെ വലിച്ചഴച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രം. കാരണം അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്.
അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലീനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് EPB ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ചെയ്തോട്ടെ, പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ് അവരുടെ റിക്വസ്റ്റ്. ആ ഒരു വീട്ടിൽ അലിയുടെ ഉപ്പ മാത്രമാണുള്ളത്, അവിടെ വേറെ ആരുമില്ല. അവിടെ പോയി ലൈറ്റ് ഓഫ് ചെയ്ത് സമരത്തിനിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ ഇവറ്റകളുടെ ഉദ്ദേശം എന്താണെന്ന്. ചുമ്മാ ആ ഒരു കുടുംബത്തെ നാറ്റിക്കുക, നാട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റുക. ഞാൻ കേട്ട കുറച്ച് വാക്കുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. നീ അഴിഞ്ഞാടി നടക്കുന്നവളാണ്, നീ ഉരുമ്പെട്ടവളാണ്, വല്ലവൻ്റെയും കൂടെ നടന്ന് കുട്ടികളുണ്ടാക്കിയിട്ട് ഇവിടെ കയറി പ്രശ്നമുണ്ടാക്കുന്നോടി. നീയൊക്കെ ശരിക്കും ഒരു ഡോക്ടർ തന്നെയാണോ? വേറെ വല്ല പണിക്കുമ്പോടി. നീയൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഞാൻ ഇന്ന് കേട്ടിട്ടുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ. നിങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ സമൂഹം നിങ്ങളെ വാക്കുകൾ കൊണ്ട് പിച്ചു ചീന്തും. അപ്പോൾ നിങ്ങളിതൊക്കെ നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി യുദ്ധത്തിന്. പക്ഷേ പെണ്ണുങ്ങളെ, നിങ്ങളൊന്നും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലൊന്നും ഈ സമൂഹത്തിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരൊക്കെ രണ്ടാമതും മൂന്നാമതും നാലാമതും കിട്ടുന്നത് ഇപ്പുറത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. വിഷമത്തോടെ, അപമാനം സഹിച്ച്, പിച്ച് ചീന്തപ്പെട്ടിട്ട്, തല ഉയർത്തി നടക്കാൻ പറ്റാതെ, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെ, ഒരു കുഞ്ഞിനെയും 2 കുഞ്ഞിനെയും 3 കുഞ്ഞിനെയും വെച്ചിട്ട് നമ്മൾ നരകിക്കേണ്ടി വരും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതിനെയൊക്കെ എതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസിൽ നിന്നും, നിങ്ങളെ എല്ലാ തരത്തിലും തളർത്തും. അപ്പം നഖത്തിന് മൂർച്ച കൂട്ടിയും, നാക്കിന് മൂർച്ച കൂട്ടിയും, ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയും മാത്രം ഈ മാതിരിയുള്ള യുദ്ധങ്ങൾക്ക് ഇറങ്ങിയാൽ മതി. പിന്നെ അലിയുടെ വാപ്പ പറഞ്ഞ ഒരു 3ഉം 4ഉം കെട്ടാമെന്ന് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇവരീ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒരു കുടുംബത്തെ ഒന്നടങ്കം നാറ്റിക്കാമെന്ന് വിചാരിച്ച് പെണ്ണൊരുമ്പെട്ടാൽ എന്തും സാധിക്കുമെന്നൊരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് ഈ കാണിക്കുന്നതെല്ലാം ശരിയല്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് സ്വർണത്തിന്റെ കാര്യം. 100 പവൻ കൊടുത്തു എന്നൊക്കെ നിങ്ങൾ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ. ഈ സ്വർണമൊക്കെ എന്ത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടർ ആയിരുന്നില്ല. അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ എടുത്തത് ആരാണ്? അത് അലിയാണ്. ആ ഒരു ലോണിന്റെ 36,000 രൂപ EMI ഇപ്പോഴും മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അവളുടെ ഭർത്താവായ അലി. ഞാൻ അറിഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളും അഡീഷണൽ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വർണത്തിൻ്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ. 90 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ. ഞാനും ഫോട്ടോയിലൂടെയാണ് അത്രയും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിന് ഇട്ടുന്നതിൽ കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണം ആവട്ടെ എന്തോ ആവട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതുതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്. കല്യാണം കഴിക്കാൻ ആയിഷ ഡോക്ടറല്ല. അതിന് ശേഷമാണ് ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണമൊക്കെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങൾക്കായിട്ട്. അപ്പം ഇനി അലിക്കെന്തോ സ്വർണത്തിൽ നിന്ന് ഒരു എമൗണ്ട് മലബാർ ഗോൾഡിൽ എവിടെ കൊണ്ടുപോയി പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷായിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ അടുത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷേ അതിന് പകരം അവർ ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിനാണെന്ന് മനസ്സിലാവണില്ല. അത് ഇനി പലരുടെ അവിടെ പോയി ചെയ്യണേ എന്നാലും വേണ്ടിയില്ല. പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് പന്തികേട്. പിന്നെ അതുമാത്രമല്ല, പിന്നെ കോടതി പറഞ്ഞതനുസരിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് മാസം 10,000 രൂപ മുടങ്ങാതെ തന്നെ അലി അയച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവൾ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഥകൾ മെനഞ്ഞ് ആ ഒരു വീട്ടിൻ്റെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നത്? പിന്നെ യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ കിടന്ന് ന്യായീകരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളുടെ തലച്ചോർ പണയം വെച്ചുകൊണ്ട് ഒരു ഡിസിഷന് നിങ്ങൾ എടുക്കരുത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റി ആളുകളെ വിട്ടികളാക്കുന്നത് കാണുമ്പോഴാണ് പ്രതികരിക്കാതെ ഇരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. പിന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.